ഫിഷ് പ്രമാണിച്ച 6 സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച് റെയിൽവേ. ചെന്നൈയിൽ നിന്ന് ഇന്ന് മംഗളൂരുവിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും. ഇന്ന് രാത്രി 11:55 ചെന്നൈ സെൻട്രലിൽ നിന്ന് പുറപ്പെട്ട് നാളെ വൈകിട്ട് 4 മണിക്ക് മംഗളൂരു ജംഗ്ഷനിലെത്തുന്ന രീതിയിലാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുന്നത്. മംഗളൂരു ജംഗ്ഷൻ ചെന്നൈ ഇഗ്നോർ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും. നാളെ രാത്രി 8 മണിക്ക് മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 ചെന്നൈ ഇഗ്നോറിലെത്തും. പാലക്കാട്, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, തലശ്ശേരി, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. ഇന്ന് ഉച്ചയോടെ റിസർവേഷൻ ആരംഭിക്കും. ഏപ്രിൽ 10 വെള്ളിയാഴ്ച ചെന്നൈ ഇഗ്നോർ മംഗളൂരു സെൻട്രൽ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ചെന്നൈ ഇഗ്നോറിൽ നിന്നാണ് തിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് റിസർവേഷൻ ആരംഭിക്കും. പാലക്കാട്, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, തലശ്ശേരി, കണ്ണൂർ, പയ്യന്നൂർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് എന്നിവിടങ്ങളിലും സ്റ്റോപ്പുണ്ട്. ഏപ്രിൽ 11 ശനിയാഴ്ച മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം നോർത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തും. മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് വൈകിട്ട് 6 മണിക്ക് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ 6:30 തിരുവനന്തപുരം നോർത്തിൽ എത്തിച്ചേരും. കാസർഗോഡ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കൊല്ലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. റിസർവേഷൻ ഏപ്രിൽ 9 ആരംഭിക്കും. ഏപ്രിൽ 12 ഞായറാഴ്ച തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ജംഗ്ഷൻ ട്രെയിൻ സർവീസ് നടത്തും. കാസർഗോഡ്, കാഞ്ഞങ്ങോട്, പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, തൃശൂർ, ആലുവ, എറണാകുളം ടൗൺ, കോട്ടയം, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, കൊല്ലം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. റിസർവേഷൻ ഏപ്രിൽ 9 രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഏപ്രിൽ 15 മംഗളൂരു സെൻട്രലിൽ നിന്ന് ചെന്നൈ ഇഗ്മോറിലേക്ക് സ്പെഷ്യൽ സർവീസ് നടത്തും. ഏപ്രിൽ 15 വൈകിട്ട് 4 മണിക്ക് മംഗളൂരു സെൻട്രലിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ 10:45 ചെന്നൈ ഇഗ്മോറിലെത്തും. കാസർഗോഡ്, കാഞ്ഞങ്ങോട്, പയ്യന്നൂർ, കണ്ണൂർ, തലശ്ശേരി, വടകര, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. റിസർവേഷൻ ഏപ്രിൽ 9 രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. അതിനിടെ പുതിയ പരിഷ്കാരവുമായി റെയിൽവേ. ട്രെയിനിന്റെ ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റൽ പരിഗണിക്കുന്നു. ഈ മാസം 1-ാം തീയതി മുതലാണ് പുതിയ പരിഷ്കാരം നിലവിൽ വന്നത്. രണ്ടാമത്തെയും അവസാനത്തെയും റിസർവേഷൻ ചാർട്ട് പ്രസിദ്ധീകരിക്കുന്നതുവരെയാണ് ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റാൻ കഴിയുക. ട്രെയിൻ പുറപ്പെടുന്ന സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുൻപാണ് ഫൈനൽ ചാർട്ട് പുറത്തുവരിക. പുതിയ പരിഷ്കാരം അനുസരിച്ച് ഒന്നിലധികം ബോർഡിംഗ് പോയിന്റുകൾ യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കാം. ഇതോടെ കൺഫേം ആയ ടിക്കറ്റുകൾ നഷ്ടമാകാതെ യാത്ര ചെയ്യാൻ കഴിയും. പാസഞ്ചർ റിസർവേഷൻ സിസ്റ്റം വഴിയോ IRCTC വഴിയോ ആണ് ബോർഡിംഗ് പോയിന്റുകൾ മാറ്റാൻ കഴിയുക. രാജ്യത്തെ റെയിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സിഗ്നലിംഗ് സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിനുമായി 1364.45 കോടി രൂപയുടെ ബൃഹത് പദ്ധതിക്ക് റെയിൽവേ മന്ത്രാലയം അംഗീകാരം നൽകി. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച കവച് സുരക്ഷാ സംവിധാനത്തിന്റെ വിന്യാസമാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ദക്ഷിണ റെയിൽവേ, ഉത്തര റെയിൽവേ, ഉത്തരമധ്യ റെയിൽവേ, ദക്ഷിണമധ്യ റെയിൽവേ എന്നീ 4 മേഖലകളിലായാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ദക്ഷിണ റെയിൽവേയിലെ 232 ലോക്കോമോട്ടീവുകളിൽ കവചിന്റെ ഏറ്റവും പുതിയ പതിപ്പായ കവച് 4.0 സ്ഥാപിക്കും. ഇതിനായി മാത്രം 208.81 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. കൂടാതെ ദക്ഷിണമധ്യ റെയിൽവേയിലെ തിരക്കേറിയ 49 സ്റ്റേഷനുകളിൽ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനായി അത്യാധുനിക ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. ഏകദേശം 578.02 കോടി രൂപയാണ് ഈ ഭാഗത്തിലെ നവീകരണത്തിനായി പ്രതീക്ഷിക്കുന്ന ചിലവ്. സിഗ്നലിംഗ് ശൃംഖല ശക്തമാക്കുന്നതിനായി ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സംവിധാനവും വിപുലീകരിക്കും. ഉത്തര റെയിൽവേയിലെ 3200 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള റൂട്ടുകളിലും ഉത്തരമധ്യ റെയിൽവേയിലെ 2196 കിലോമീറ്റർ റൂട്ടുകളിലും ആശയവിനിമയ ശൃംഖലകൾ ആധുനീകരിക്കും. ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഗതാഗതം കൂടുതൽ സുഗമമാക്കാനും ലക്ഷ്യമിട്ടുള്ള റെയിൽവേയുടെ നിർണായകമായ ചുവടുവെപ്പാണിത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.